മലയാളത്തിൽ നിന്ന് ഒരു സിനിമ OTT വന്നിട്ടുണ്ട്. മേനെ പ്യാർ കിയ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ ഹൃദു അതേപോലെ തന്നെ പ്രീതി മുകുന്ദൻ ഒക്കെ അഭിനയിച്ച സിനിമയാണ്. സോ ഹൃദുവിനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്. മുറ സിനിമയിലെ നായകൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കിടു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. പിന്നെ തന്നെ ആൾ തന്നെയാണ് ഓൾ ബി ഇമാജിനേഴ്സ് ലൈറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ കണ്ടതിൽ ഞാൻ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഖേദിക്കുന്നുണ്ട്. അത്രയും സമയം കളഞ്ഞൊരു പടമാണ്. മേ ബി എന്റെ കപ്പിലെ ചായ ആയിരിക്കില്ല. പ്രീതി മുകുന്ദൻ കവിന്റെ സ്റ്റാറിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണപ്പ ഇപ്പോഴും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, ഇനി കാണാനും ഉദ്ദേശിക്കുന്നില്ല. സോ ഈ സിനിമ ഭയങ്കര ലോ എക്സ്പെക്ടേഷനിൽ കണ്ട ഒരു പടമാണ്. ഒന്നും കാണാൻ ഇല്ലാത്തതുകൊണ്ട് കണ്ടതാ. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് ഒരു കാർ ചേസ് സീക്വൻസ് ഉണ്ട്. അവിടെ തൊട്ടിട്ട് തന്നെ എനിക്ക് വൺ വൈബ് പടമായിട്ട് തോന്നി. എസ്പെഷ്യലി ഈ സിനിമയുടെ മ്യൂസിക് വർക്ക് നൈസാ. നൈസ് പറഞ്ഞ വൺ കിടു സാധനം, രോമാഞ്ച കുങ്കുമം കൊള്ളും അങ്ങനെയൊന്നും പറയില്ല. സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള സാധനം. വൺ ഫൺ പരിപാടിയാണ് ഈ പടം. ത്തിന്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എങ്ങനെയാ ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ സാഹസം കണ്ടിട്ട് എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല. എനിക്ക് അത്ര ചിരിയും കാര്യങ്ങളൊന്നും വന്നില്ല. എന്നാൽ ആ സിനിമയിൽ മിസ്സായ ഒരു വൈബ് ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കിട്ടി. ഞാൻ കുറെ സീൻസ് മറ്റേ റീവൈൻഡ് അടിച്ച് കണ്ടു ചിരിച്ചു. ഇതിൽ ഇവർക്കൊരു ഗ്യാങ് ഉണ്ട്. അതായത് നമ്മുടെ ഹൃദു, അതേപോലെ തന്നെ അർജു, അസ്കർ അലി, പിന്നെ നമ്മുടെ ആവേശത്തിൽ ആ പയ്യൻ, പിന്നെ ശ്രീകാന്ത് വെട്ടിയാറൊക്കെ ഉണ്ട്. അത്ലറ്റിക്കോ മാൻഡ്രിഡിന്റെ സിമിയോണിയെ പോലെ അത്ലറ്റിക്കോ ഉണ്ണിക്കുളം, അതിന്റെ സിമിയോണിയാണ് ശ്രീകാന്ത് വെട്ടിയാര്. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു അവരുടെ ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ. കിടു പെർഫോമൻസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒരു ആവറേജ് ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സും ഫൺ പരിപാടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ബോർ അടിക്കാതെ കാണാൻ പറ്റിയ നല്ലൊരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിട്ട് എന്തോ നടയത്, നിങ്ങൾക്ക് ആ ഫൺ പരിപാടി തന്നെ പിടിച്ചാൽ പോരെ. അതിലേക്ക് കൊണ്ടുപോയിട്ട് ഗാങ്സ്റ്റർ, റിവഞ്ച്, ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കലായിരുന്നു. നമ്മൾ ഗ്രാഫ് ഇടില്ലേ, ഇത് മുകളിലോട്ട് ഇത് താഴത്തോട്ട് എന്ന്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ടാ തോന്നി. ആൻഡ് അതിലൊരു ക്യാമിയോ ഒക്കെ വരുന്നുണ്ട്. ഇത്രയും തല്ലിപ്പൊളി ക്യാമിയോ ഈ അടുത്ത ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് മലയാളം സിനിമയിൽ കണ്ടിട്ടില്ല. അജാതി ഒരു കോപ്രായം പിടിച്ചൊരു ക്യാമിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർക്കടാ എന്നൊക്കെ പറയുന്ന പോലെ പടക്കളം സിനിമയിലും അവസാനം ടുവേർഡ്സ് എൻഡ് വന്നിട്ട് എഴുതി കാണിക്കുന്ന പോലെ പാർട്ട് 2 ഉണ്ട് എന്ന് തോന്നിപ്പിക്കും, എന്നിട്ട് പക്ഷെ ഇല്ല എന്ന് പറയുന്ന പോലെ. അതേപോലെ ടുവേർഡ്സ് എൻഡ് ആ ഒരു ക്യാമിയോ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഒട്ടും വാക്കില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് നൈസ് പറഞ്ഞാൽ നൈസ് പരിപാടിയായിരുന്നു. പ്രീതി മുകുന്ദൻ നന്നായിട്ട് തന്നെയാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു പാവപ്പെട്ട പെൺകൊച്ചിന്റെ ക്യാരക്ടറാണ്. തമിഴ് നായികയും അതേപോലെ തന്നെ മലയാളം നായകനും ദ ബെസ്റ്റ് കോംബോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാലോ. സോ ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, നമ്മുടെ ഹൃദുവും അതേപോലെ തന്നെ പ്രീതി മുകുന്ദനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതായത് ഇനി ഫസ്റ്റ് ഒരു കാർ ചേസ് സീക്വൻസ് പരിപാടിയൊക്കെ നടക്കേണ്ടി പറഞ്ഞില്ലേ, അതിലോട്ട് ഇവരെങ്ങനെ എത്തിപ്പെടുന്നു, എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അസ്കർ അലിയുടെ ഒരു സംഭവം ഉണ്ട്, പൊന്നാനി പോകുന്നത്. അത് വൻ കിടു സാധനമായിരുന്നു. എനിക്കറിയായിരുന്നു അത് അങ്ങനെ തന്നെ ആവുള്ളൂ എന്ന്. അസ്കർ അലി കിടു പെർഫോമൻസ് എന്ന് ഞാൻ പറയില്ല. ആള് അത്ര വലിയ കിടു ആക്ടർ ഒന്നും അല്ല, കിടു പെർഫോമൻസും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഫൺ പരിപാടിയാണ്. ആ ഒരു മൂഡിലൊക്കെ കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഇതിന്റെ ഫസ്റ്റ് ഹാഫിന് വേണ്ടി കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒപ്പീനിയൻ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ദാറ്റ്സ് വെരി നൈസ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫസ്റ്റ് ഹാഫ് ആണ്. സോ വേണ്ടവർ കണ്ടുനോക്കുക. ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും അവൈലബിൾ ആണ്.